according to Bohr atom model, the electron revolving around a nucleus in a stationary orbit. So, what are the drawbacks of Bohr atom model? Bohr atom model drawbacks it could not explain the fine structure of spectral lines. So, what do you mean by fine structure? Fine structure we know that in the case of Balmer series n equal to 2, അതായത് ഹൈഡ്രജന്റെ the second ഓർബിറ്റിലേക്ക് അല്ലേ, ആ സെക്കൻഡ് ഓർബിറ്റിലേക്ക് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ജമ്പ് ചെയ്യും. സോ ഇതാണ് ബാൾമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ. അപ്പോൾ സോ n1 2 അല്ലേ, അതായത് ഇനീഷ്യൽ ni എന്ന് പറയുന്നത് 2, nf എന്ന് പറയുന്നത് 3. അപ്പൊ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പെക്ട്രം ഉണ്ടാവും. അപ്പൊ ആ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത് ദാറ്റ് ഈസ് 656.3 നാനോമീറ്റർ. So theoretical wavelength എന്ന് പറയുന്നത് 656.3 നാനോമീറ്റർ. But experimentally നമുക്ക് ഈ സ്പെക്ട്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ലൈൻസും കൂടി കാണുന്നു. അപ്പം ഇതിൽ നിന്ന് ഏകദേശം 0.14 നാനോമീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് ലൈൻസ് കാണുന്നുണ്ട്. So this phenomenon is known as fine structure. തിയറി പ്രകാരം ഒരു സിംഗിൾ വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്പെരിമെന്റലി ആ സ്പെക്ട്രൽ ലൈൻ രണ്ട് സ്പെക്ട്രൽ ലൈൻ ആയിട്ട് കാണുന്നു. അത് വളരെ അടുത്താണ്, സെപ്പറേറ്റഡ് ബൈ 0.14 നാനോമീറ്റർ, ഈ ഒരു സെപ്പറേഷൻ മാത്രമേ. സോ ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫൈൻ സ്ട്രക്ചർ. ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർ ആറ്റം മോഡൽ പറ്റുന്നില്ല. Similarly, Zeeman effect. So what do you mean by Zeeman effect? The splitting of spectral line due to the influence of magnetic field, that is known as Zeeman effect. Similarly, Stark effect, the splitting of spectral line due to the influence of electric field is known as Stark effect. So fine structure, okay. Fine structure of spectral line, അതുപോലെ തന്നെ Zeeman effect, then Stark effect, okay, Stark effect. So ഇത്തരം ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർ ആറ്റം മോഡലിന് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തിയറി മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പറിലേക്ക് വരുന്നത്. സ്പിൻ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത്തരം ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം and spin magnetic momentum. എന്താണ് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം? ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ അത് പറയുന്നുണ്ട് ഓർബിറ്റൽ മോഷൻ നടക്കുന്നത്. അപ്പൊ ഈ സ്പിൻ ചെയ്യുന്ന സമയത്തും ഓർബിറ്റൽ മോഷൻ നടക്കുന്ന സമയത്തും അതിനൊരു ആംഗുലാർ മൊമെന്റം ഉണ്ട്. ഫിസിക്സിലെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് L = R cross P. It is the cross product of position vector and linear momentum, that is the angular momentum. So അതുകൂടാതെ ഇലക്ട്രോൺ കറങ്ങുന്നത് ന്യൂക്ലിയസിനും മറ്റ് ഇലക്ട്രോൺസിന്റെയും ഇലക്ട്രിക് ഫീൽഡിനിടയിലാണ്. ആക്ച്വലി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാർജ്. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ കറണ്ട് വരുന്നത്. സോ കറണ്ട് ലൂപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. The current loop always produce magnetic field. അപ്പോൾ ഓരോ ഇലക്ട്രോണിനും എന്തുണ്ട്? മാഗ്നറ്റിക് മൊമെന്റ്.
റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ആംഗുലാർ മൊമെന്റവും അതുപോലെ തന്നെ സോ ഇത് ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. അപ്പോൾ ഒരു മാഗ്നറ്റിക് മൊമെന്റ് കൂടി ഉണ്ടാകും. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1920 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ തന്നെ ആംഗുലാർ ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ. അതായത് എൻ എൽ എം എൽ, ദിസ് ഈസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, അതായത് എം എസ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 ക്വാണ്ടം നമ്പറിന്റെ 1920 പോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറ്റിയില്ല. ഓക്കെ, that is known as Pauli's exclusion principle. Okay, so next 1922 the Stern-Gerlach experimentilode existence of spin, electron spin and existence prove ചെയ്തു. The Stern-Gerlach experiment 1922. Then 1925 and the Dutch physicist Samuel Goudsmit and George Uhlenbeck. So these two scientists they proposed the concept of intrinsic angular momentum and spin magnetic moment of electron. So electron ഒരു പുതിയൊരു ക്വാണ്ടം നമ്പർ കൂടി ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തു സാമുവൽ ഗോൾഡ്സ്മിത്ത് ആൻഡ് ജോർജ് ഉലൻബെക്ക് in 1925. So in 1929 P.A.M. Dirac ഈ ഒരു കൺസെപ്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻറ്റ് അദ്ദേഹം പ്രൂവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ അദ്ദേഹം ഈ 2 ക്വാണ്ടിറ്റി അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നു. സോ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം ആൻഡ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ. സോ അതിന് അദ്ദേഹം എസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഇലക്ട്രോൺ സ്പിൻ. ഇലക്ട്രോൺസ് ഹാവ് സ്പിൻ. ഇലക്ട്രോൺ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് എസ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗുലാർ മൊമെന്റ്, ദാറ്റ് ഈസ് എസ്. അതുപോലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇസ് എ ചാർജ്. അതിനൊരു ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇലക്ട്രോണിന്റെ മോഷൻ എന്ന് പറയുന്നത് ചാർജ് മോഷനാണ് എന്ന് പറയുന്നത്. കറണ്ട് ഉണ്ടാവും. അപ്പോൾ കറണ്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അതാണ് മ്യൂ എസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെന്റവും സ്പിൻ ആംഗുലാർ മൊമെന്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റും അത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. ഇതാണ് സ്പിൻ ആംഗുലാർ മൊമെന്റം വെക്ടർ. ആ സ്പിൻ ആംഗുലാർ മൊമെന്റം വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ്. എച്ച് ക്രോസ് എന്ന് പറയുന്നത് എന്താ? എച്ച് ക്രോസ് ഈക്വൽ ടു എച്ച് ബൈ 2π ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഈ എസിന്റെ വാല്യൂ പോൾ ഡിറാക് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ എസിന് വാല്യൂ വരുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/2 പ്ലസ് ഓർ മൈനസ് 1/2 സ്മോൾ എസ് പ്ലസ് ഓർ മൈനസ് 1/2 അതായിരിക്കും ഈ എസിന്റെ വാല്യൂ. സോ ദിസ് ഈസ് റിസൾട്ടന്റ് വാല്യൂ ക്യാപിറ്റൽ എസ്. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ √3/2 ഇൻറ്റു എച്ച് ക്രോസ്. അതായത് ഇതിന്റെ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത് √3/2 ഇൻറ്റു എച്ച് ക്രോസ്. കാരണം ഈ വാല്യൂ ആയിരിക്കും ഇതിന് റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാവുക. സോ ഇതുപോലെ തന്നെയാണ് ആംഗുലാർ മൊമെന്റം, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. അപ്പൊ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √L × L + 1 ഇൻറ്റു എച്ച് ക്രോസ്. ഓർബിറ്റൽ മോഷൻ നമുക്ക് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്, അതേസമയം ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓർബിറ്റൽ മോഷനിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ആണ് ക്യാപിറ്റൽ എൽ, സ്പിൻ മോഷനിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഇക്വറ്റോറിയൽ വെലോസിറ്റി v of an electron under the assumption that it is a uniform sphere of radius small r equal to 5.00 into 10 raised to minus 17 meter that is rotating about an axis through its center. അതായത് ഇലക്ട്രോൺ ഇത്രയും റേഡിയസ് ഉള്ള ഒരു സ്പിയർ ആണ്, അതായത് 5.00 മീറ്റർ ആ റേഡിയസ് ഉള്ള ഒരു സ്പിയർ ആണ്. അത് ഒന്ന് സ്പിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വറ്റോറിയൽ, അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള വെലോസിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ വെലോസിറ്റിയാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എച്ച് ക്രോസിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ h/2π, that is h ക്രോസ്. Okay, h/2π and the value 1.055 into 10 raised to minus 34 joule second. Okay, അപ്പം നമുക്കറിയാം ഇവിടെ ഇലക്ട്രോണിന്റെ കേസിൽ സ്പിൻ ആംഗുലാർ മൊമെന്റം അതിന്റെ റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത് s ഈക്വൽ ടു നമുക്കറിയാം √3 ബൈ 2 into h ക്രോസ്. ഇതാണ് റിസൾട്ടന്റ് വാല്യൂ. അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കറിയാം ആംഗുലാർ മൊമെന്റം L ഈക്വൽ ടു എന്താ? L ഈക്വൽ ടു r ക്രോസ് p ആണ്. ആംഗുലാർ മൊമെന്റം L ഈക്വൽ ടു r ക്രോസ് p ആണ്. ഓക്കേ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ റൊട്ടേഷൻ മോഷൻ വരുമ്പോൾ അതെന്തായിട്ട് മാറും? റൊട്ടേഷൻ മോഷനിൽ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, L ഈക്വൽ ടു i ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി. ആംഗുലാർ മൊമെന്റം രണ്ട് ഇക്വേഷൻ, ഇതിൽ ഞാൻ ഈ ഇക്വേഷൻ എടുക്കും. അപ്പോൾ ഇതെന്താണ്? ഇത് സ്പിൻ ആംഗുലാർ മൊമെന്റം. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇക്വേഷൻ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുകയാണ് i ഒമേഗ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പിയർ ആയതുകൊണ്ട് നമുക്കറിയാം ഒരു സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ, അതിന്റെ അബൌട്ട് ഡയമീറ്ററിലൂടെ പോകുമ്പോൾ ഒരു സ്പിയർ ആണ്. ആ സ്പിയർ ഇങ്ങനെ പോകുന്ന സമയത്ത് അബൌട്ട് ഡയമീറ്റർ അല്ലെ അതിലേക്ക് പോകുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം എന്താണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ 2/5 mr² ആണ് അല്ലെ, 2/5 mr². ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി v ഈക്വൽ ടു r ഒമേഗ നമുക്കറിയാം. അപ്പൊ ഒമേഗ എന്തായിരിക്കും? v/r ആയിരിക്കും. ഇവിടെ ഞാൻ v/r ആണ്. അപ്പോൾ 2/5 mr² into v/r ഈക്വൽ ടു എന്താണ്? √3/2 into h ക്രോസ്. ഇതിൽ നിന്ന് നമുക്ക് v കണ്ടുപിടിക്കാം. ഓക്കെ, v എന്ന് പറയുന്ന ഇക്വേഷൻ, v യുടെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. v എന്ന് പറയുന്നത് 5√3/4 h/mr വരും. ഓക്കെ, v ഈക്വൽ ടു എന്താ വരിക? v ഈക്വൽ ടു 5√3 v ഈക്വൽ ടു 5√3/mr √3/4 mr into h cross ഓക്കെ, ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ക്രോസിന്റെ വാല്യൂ അല്ലെ, ആ വാല്യൂ അതുപോലെ തന്നെ എമ്മിന്റെ വാല്യൂ, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 - 31 kg. ആ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് അതുപോലെ എച്ച് ക്രോസ് എച്ച് ക്രോസിന്റെ വാല്യൂ ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5.01 into 10⁻12 meter per second. 5.01 into 10⁻12 meter per second. അത് നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 1.67 into 10⁻4 c. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ എത്രയോ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. സോ അത് നമുക്കറിയാം മാക്സിമം പോസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റിനേക്കാൾ വെലോസിറ്റി ഒരിക്കലും ഇതിന് വരില്ല. സോ ദിസ് ഈസ് ദ ഫെയിലിയർ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, അപ്പം ഈ ഒരു മോഡൽ കൊണ്ട് മാത്രം നമുക്ക് ഇലക്ട്രോണിന്റെ സ്പിന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് കൂടാതെ മറ്റ് ഇന്ററാക്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗിലേക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു സിംഗിൾ സ്പിൻ ആംഗുലാർ മൊമെന്റം കൊണ്ട് മാത്രം നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അങ്ങനെയാണ് സ്പിൻ ആംഗുലാർ കപ്ലിംഗ്, അതായത് LS കപ്ലിംഗ്, JJ കപ്ലിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, Z component of spin angular momentum of an electron, that is SZ equal to ms into h cross. ms എന്ന് പറയുന്നത്
പ്ലസ് ഓർ മൈനസ് 1/2 ആണ്. ഇലക്ട്രോൺ പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്, മൈനസ് 1/2 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1/2 എച്ച് ക്രോസ്. ഓക്കെ, അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരു ഇലക്ട്രോണിന്റെ സ്പിന്ന് പ്ലസ് 1/2 ഒരു ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നു, മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എം എസ് ഈക്വൽ മൈനസ് 1/2. അപ്പോൾ അതിന്റെ z കോമ്പണന്റ് അതായത് എസ് ഈക്വൽ ടു പ്ലസ് 1/2 എച്ച് ക്രോസും അതുപോലെ തന്നെ മൈനസ് 1/2 എച്ച് ക്രോസും ആണ്. രണ്ട് കോമ്പണന്റുകളാണ്, ഡിഫറെന്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്കറിയാം റിസൾട്ടന്റ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു എന്താ, എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് ക്രോസ്. ഇതാണ് റിസൾട്ടന്റ് വരുന്നത്. അപ്പൊ അവിടെ എസിന് ഞാൻ 1/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്താ വരിക, റൂട്ട് ഓഫ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1. ഓക്കെ, ഈ എച്ച് ക്രോസ് പുറത്താണ്, റൂട്ടിന് പുറത്താണ്. അപ്പൊ എന്താ വരിക, ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു root of 1/2 into 1/2 plus 1, that is 3/2 h cross. Okay, that is equal to s equal to root of 3/4 h cross. അപ്പോൾ root 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ s equal root 3/2 into h cross. അതാണ് ഇവിടെ ഉള്ളത്. s equal root 3/2 into h cross. Okay, ഇതാണ് റിസൾട്ടന്റ് വാല്യൂ s. Okay, then next one, gyromagnetic ratio. ഇതാണ് gyromagnetic ratio. അപ്പോൾ ഒരു സ്പിൻ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കേസിൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റും അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റും, ഒരു ഇലക്ട്രോണിന്റെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ടു ആംഗുലാർ മൊമെന്റം. ദാറ്റ് ഈസ് നോൺ ആസ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ G. ഓക്കെ, അതായത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ അതിലുണ്ടാവുന്ന ചാർജ് കൊണ്ട് അതിന് കിട്ടുന്ന മൊമെന്റ് ആണ്. ഇത് ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേഷൻ കൊണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ചാർജ് കൊണ്ട് കിട്ടുന്ന മാഗ്നറ്റിക് മൊമെന്റും അതുപോലെ തന്നെ റൊട്ടേഷൻ എഫക്റ്റ് കൊണ്ട് കിട്ടുന്ന ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റേഷ്യോയിനെയാണ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, so spin magnetic moment എന്ന് പറയുന്നത് that is minus E by m into s. സ്പിന്ന് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോണിന് മുകളിൽ സ്പിന്ന് കൊണ്ട് അതിനുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് E by m into s. ഓക്കെ, എന്താണ് ബോർ മാഗ്നറ്റിക്? നമ്മൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് ചുറ്റും അത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഓർബിറ്റൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റത്തിന്റെ കേസിൽ ആ ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ്, ദെൻ അതിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യാം. ഇവിടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാം, ഇവിടെയാണ് അതിന്റെ ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്ന I ഈക്വൽ ടു എന്താ, ദാറ്റ് ഈസ് Q/T. ഇക്വേഷൻ നമ്പർ 1. then Q equal to N into E ആണ് charge quantization. Okay, for one electron N equal to 1, then Q equal to E. then equation become I equal to E/T. that is equation number 3. ഇനി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. വീണ്ടും ഇവിടെ എത്തുമ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 2πr ആയിരിക്കും. ഓക്കെ, ദെൻ അതിന്റെ ടൈം, അതിനെടുത്ത ടൈമിനെ ക്യാപിറ്റൽ T ആയിട്ട് എടുക്കാം. സോ ദിസ് ഈസ് നോൺ ആസ് സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T ഈക്വൽ ടു എന്തായിരിക്കും, T ഇങ്ങോട്ട് എടുക്കുക, എന്താ വരിക 2πr/v എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിനെ കുറിച്ച് അറിയാം. അതായത് ഒരു കറന്റ് ലൂപ്പ് ഉണ്ടാക്കുന്ന ഒരു കറന്റ് ലൂപ്പാണ്, ഒരു കറന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഒരു സർക്കുലർ ലൂപ്പിലൂടെ. സോ അതിന്റെ റേഡിയസ് r ആണെന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ്, ആ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് I into E ആയിരിക്കും. കറന്റ് ലൂപ്പ് ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് I into E.
A is the area of the loop, I is the current force to the loop. അതേസമയം ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിലോ, ബാർ മാഗ്നറ്റ്. സോ ഈ ബാർ മാഗ്നറ്റിന്റെ കേസിൽ അതിന്റെ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്, സോ ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണെങ്കിൽ മാഗ്നറ്റിക് ലെങ്ത് ഞാൻ 2L ആയിട്ട് എഴുതുന്നു. പോൾസ്റ്റൻസ് P. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് പോൾസ്റ്റൻസ് ഇൻറ്റു 2L ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെയുള്ള കേസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ആ കേസിന് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു സർക്കുലർ ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സർക്കുലർ ലൂപ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr². ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടിയുടെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലേക്ക് that is mu equal to I into A. This is equation number 6 കൊടുക്കുക. ഇത് equation number 7 കൊടുക്കുക. ഓക്കെ, അപ്പോൾ equation 7 ഉം അതുപോലെ തന്നെ I യുടെ വാല്യൂ എന്താ? E/T ആണ്. ഓക്കെ, അതായത് T എന്ന് പറയുന്നത് 2πr/b ആണ്. അപ്പോൾ mu equal to എന്ത് വരും? I എന്ന് പറയുന്നത് I equal to E/T, അതായത് E divided by T ക്ക് ഞാൻ ഈ വാല്യൂ കൊടുക്കുന്നു. That is 2πr/v. അപ്പോൾ ഇത് I യുടെ വാല്യൂ, ദിസ് ഈസ് I. then A എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് πr². ഇതാണ് A. ഓക്കെ, അപ്പോൾ I യുടെ എന്താ വരിക? E πr² v divided by 2πr. ഓക്കെ, അപ്പോൾ ഇവിടെ π ക്യാൻസൽ ആവും, then r² ക്യാൻസൽ ആവും. ഓക്കെ, ദാറ്റ് ഈസ് mu equal to എന്താ വരിക? EVR divided by 2 എന്ന് വരും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിൽ താഴെ m കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ m/m ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് mvr. സോ mvr into E divided by 2m. ഓക്കെ, അപ്പോൾ ഈ mvr എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. അല്ലേ, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? mvr ആണ്. സോ mu equal to le divided by 2m. ഓക്കെ, le divided by 2m. then നമുക്കറിയാം ബോർ പോസ്റ്റേഴ്സ് പ്രകാരം l equal to nh by 2π. n equal to 1 2 3 എന്നുള്ളത് n ന് 1 കൊടുക്കുകയാണെങ്കിൽ l എന്തായിരിക്കും? l equal to h by 2π. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് l ന് h by 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ mu equal to h by 2π, okay, into E divided by 2m. Okay, that is equal to E h by 4πm. Okay, E h by 4πm. So E h by 4πm. So this is known as Bohr magnetron. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Bohr magnetron. അതായത് E h divided by 4πm. അപ്പോൾ 9.274. ഓക്കെ, സോ ഈ വാല്യൂ അതായത് ഇൻറ്റു 10 raised to minus 24 into 10 raised to minus 24 joule per Tesla. Okay, so this is the value of Bohr magnetron. Okay, ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ ഓർബിറ്റൽ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റത്തിന്റെ ആ ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെയാണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് I equal Q by T, Q equal to N into E, so N equal 1, Q equal to E, single atom, sorry, single electron, then I equal E by capital T. Then we know that speed equal distance by T, time variable, that is 2πr by T, that is equation number 4, then T equal to 2πr by V, that is equation number 5. Okay, then we know that the magnetic moment produced by a circular loop of current mu equal to I into A. Okay, I into A, that is mu.
നമ്മൾ എന്ത് ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഐ എന്ന് പറയുന്നത് ഇ ബൈ ടി ആണ്. ടി എന്ന് പറയുന്നത് എന്താ, 2πr/v. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് πr², that is mu equal to e πr² v divided by 2πr. Okay, so that is equation number 8, question number 9. Okay, then എന്ത് ചെയ്യുന്നു, മുകളിലും താഴെ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, m by m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. That is mu equal to EVRm divided by 2m. That is equation number 10. Then here MVR into E divided by 2m. Then we know that angular moment equal to MVR. That is mu equal to LE divided by 2m. Okay, this is question number 11, question number 12, question number 13. Then according to both postulates, angular moment equal to integral multiple of h by 2 pi, where n equal to 1, 2, 3, etc. Here n equal to 1, then n equal to h by 2 pi. Okay, so ഈ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ എനിക്ക് കിട്ടുന്ന വാല്യൂ mu equal to h by 2 pi e by 2m. Okay, that is eh by 4 pi m. Okay, eh by 4 pi m. Its value 9.274 into 10 raised to minus 24 joule per Tesla. This is the value of Bohr magnetron. അതായത് ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റൽ മോഷൻ കൊണ്ട് അത് അക്വയർ ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റിനെയാണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ? The numerical factor relating the magnetic moment in units of Bohr magnetron to each angular momentum vector in units of h cross is known as gyromagnetic ratio. അതായത് it is a numerical number. It is the ratio of magnetic moment in units of Bohr magnetron. അതായത് ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻ യൂണിറ്റ്സ് ഓഫ് ബോർ മാഗ്നറ്റോൺ divided by angular momentum vector in terms of h cross. ഇതിന്റെ റേഷ്യോ തന്നെയാണ് എന്ത് പറയുന്നത്, ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ. ഓക്കെ, സോ അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അതായത് മനസ്സിലാക്കുക, മാഗ്നറ്റിക് മൊമെന്റ് അതായത് അതിൻ്റെ ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ സ്പിൻ മോഷൻ കൊണ്ട് അതിന് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന മൊമെന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് മൊമെന്റ്. ആ മാഗ്നറ്റിക് മൊമെന്റ് ബോർ മാഗ്നറ്റോണിന്റെ ടേംസിൽ എഴുതുന്നു, ഡിവൈഡഡ് ബൈ അതേ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ഇൻ ടേംസ് ഓഫ് h ക്രോസ്. ഓക്കെ, ഈ ഒരു റേഷ്യോ ഇതിനെയാണ് ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഈ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഈ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ MRI സ്കാനിങ്ങിലൊക്കെ ഒരു കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പല സ്ഥലങ്ങളിലും ഈ ഒരു ടേം നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോമ്പണന്റ്, അതായത് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ടേംസ് ഓഫ് ബോർ മാഗ്നറ്റോൺ ഡിവൈഡ് ബൈ or angular momentum in terms of h cross. So that mu s equal to അതായത് നമ്മുടെ mu s എന്ന് പറയുന്ന സ്പിൻ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു -2 mu b s ഡിവൈഡ് ബൈ h ക്രോസ്. അപ്പോൾ mu b എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്, s എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടന്റ് വാല്യൂ, സ്പിന്നിന്റെ റിസൾട്ടന്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ h ക്രോസ് ആണ് h by 2 pi. അപ്പം ഇവിടെ ഈ 2ന് പകരം ഇവിടെ GS ഞാൻ കൊടുക്കുന്നു, അതായത് ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്പിൻ എന്നുള്ള അർത്ഥത്തിൽ. സോ ദിസ് ഈസ് -GS mu b s by h ക്രോസ്. അപ്പോൾ GS എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പിൻ കേസ് ഇൻ ദ കേസ് ഓഫ് സ്പിൻ GS എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഓർബിറ്റൽ മോഷനിൽ ഇത് വരുന്നത് -mu b l by h ക്രോസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, -GL mu b l by h ക്രോസ്. അപ്പോൾ ഇവിടെ mu b ഇവിടെയുണ്ട്, ഇവിടെ l ഇവിടെയുണ്ട്, h ക്രോസ് ഉണ്ട്. അതുകൊണ്ട് ഈ GL ന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പം ഈ ഓർബിറ്റൽ മോഷനിലെ ഗൈറോമാഗ്നെറ്റിക് റേഷ്യോ ദാറ്റ് ഈസ് നോൺ ആസ് GL അത് എന്തായിരിക്കും, 1 ആയിരിക്കും. സ്പിൻ മോഷനിലെ സ്പിൻ മൂവ്മെന്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് GS ന്റെ വാല്യൂ 2 ആയിരിക്കും.
Okay. Then core magnitude value നമുക്കറിയാം h cross by 2m that is equal to mu b. Its value 9.274 into 10 raised to minus 24 joule per Tesla. Okay. ഇനി അതുപോലെ തന്നെ സ്പിന്നും അതുപോലെ തന്നെ ഇവിടെ mu b തമ്മിലുള്ള റിലേഷൻ മൈനസ് e by m s into s equal minus 2 mu b s by h cross. അപ്പോൾ ഇവിടെ mu b യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LHS equal to RHS എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay. Minus e by m s that is equal to mu s. That is equal to mu s. Okay. So gyromagnetic ratio ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. So this is a numerical value ആയിരിക്കും gyromagnetic ratio. The quantum numbers of an atomic electron. ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാണ്? അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്ന ആ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതിന്റെ സിമ്പിൾ n ആണ്. അത് 1 2 3 എക്സെട്ര അതായത് ഓരോ ഓർബിറ്റിന്റെ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ക്വാണ്ടിറ്റി ഡിറ്റർമിൻഡ് ഇലക്ട്രോൺ എനർജി. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് നമ്മൾ ഇലക്ട്രോൺ എനർജി ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഇലക്ട്രോൺ ഓർബിറ്റിനെ മൂവ് ചെയ്യുന്നതാണ് ഓർബിറ്റൽ മോഷൻ. സോ സിമ്പിൾ L ആണ്. അതിന്റെ വാല്യൂ 0 1 2 എക്സെട്ര n - 1 ഇതാണ് ഇതിന്റെ വാല്യൂ വരിക. ഇവിടെ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം മാഗ്നിറ്റ്യൂഡ്. ആ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ദാറ്റ് ഈസ് ml. അതിന്റെ വാല്യൂ -L ടു +L വരെയാണ്. അപ്പോൾ -L അതുപോലെ 0 വരാം, അതുപോലെ +L വരാം. ഓക്കേ. ദെൻ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഡയറക്ഷൻ ആണ്. ഇവിടെ ഡയറക്ഷൻ ആണ് നോക്കുന്നത്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ദാറ്റ് ഈസ് ms. അതിന്റെ വാല്യൂ -1/2 +1/2. Then quantity determine electron spin direction. അതായത് ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കേ. n l ml ms. ഓക്കേ. then ഇവിടെ പോസിബിൾ വാല്യൂസ് n ന്റെ കേസ് 1 2 3, then l ന്റെ കേസ് 0 1 2 etc n - 1, then magnetic ml ന്റെ കേസ് -L to +L, then spin in the case -1/2 +1/2. Okay. അതുപോലെ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ഫസ്റ്റ് കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇലക്ട്രോൺ എനർജി, ഇവിടെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം മാഗ്നിറ്റ്യൂഡ്, then magnetic quantum number, orbital angular momentum direction, then spin quantum number that is electron spin direction. So this is the four quantum numbers of electron. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും.